ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് ആക്ച്വലി പറയാൻ പോകുന്നത് ഒരു റിവ്യൂ ആണെന്ന് വെച്ചാൽ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആക്ച്വലി വെച്ചിരിക്കുന്നത് നമ്മുടെ റേബാൻ്റെ മെറ്റ സ്മാർട്ട് ഗ്ലാസ് ആണ്. അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു മാസം ആവാറായിട്ടുണ്ട്. ഞാനത് ഓഫ്ലൈൻ വാങ്ങിച്ചാണ്. നിങ്ങൾക്ക് അറിയാം, ഈ സാധനം ഓൺലൈൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഡെലിവറി ഒക്കെ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ ഞാൻ ഒഫീഷ്യലി നമ്മുടെ ലെൻസ് ആൻഡ് ഫ്രെയിംസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അതിൻ്റെ ഹൈ എൻഡ് മോഡലാണ് കേട്ടോ. അതായത് ഇത് ട്രാൻസിഷൻ ഗ്ലാസ് ആണ്. അതായത് നമുക്ക് വെയിൽ തട്ടുമ്പോൾ ബ്ലാക്ക് ആവും, ബ്ലാക്ക് അല്ല ഗ്രീനിഷ് ആവും, അല്ലെങ്കിൽ നോർമൽ ഗ്ലാസ് പോലെ ആവും. ഇത് ആക്ച്വലി UV പ്രൊട്ടക്ഷൻ വരുന്നതാണ്. പോളറൈസ്ഡ് വരുന്നില്ല. ഇവർക്ക് പോളറൈസ്ഡ് പറഞ്ഞെങ്കിൽ ട്രാൻസിഷൻ ഗ്ലാസ് കിട്ടില്ല. നോർമൽ വെറുതെ പോളറൈസ്ഡ് മാത്രമേ മറ്റേ കൂളിംഗ് ഗ്ലാസ് പോലത്തെ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഇതിൽ പോളറൈസ്ഡ് മാത്രം മിസ്സിംഗ് ഉണ്ട്, ബാക്കി എല്ലാ സംഭവങ്ങളും ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്ലൂറേ പ്രൊട്ടക്ഷൻ കാരണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പോളറൈസേഷൻ മാത്രം മിസ്സിംഗ് ആണ്. ഇവരുടെ ഹൈ എൻഡ് മോഡൽ ട്രാൻസിഷൻ ഗ്ലാസ്സിലൊന്നിലും പോളറൈസേഷൻ ഇല്ല കേട്ടോ. ഞാൻ അത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ കസ്റ്റമർക്കാരനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വേണമെന്ന് വെച്ചാൽ ഞാൻ നോർമലി എനിക്ക് ഈ നമ്മുടെ പ്രത്യേകിച്ച് ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാറിൽ നിന്ന് റിഫ്ലക്ഷൻ വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് എനിക്ക് തലവേദന വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് സൺഗ്ലാസുകളൊക്കെ ഉപയോഗിക്കാറ്. ഇപ്പോൾ ഞാൻ നോർമലി ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ഒരു സൺഗ്ലാസ്സാണ്. ഇത് വിൻസെൻറ്റ് ജേസിൻ്റെയാണ്. ഇതിന് മുമ്പ് ടൈറ്റൻ്റെ ആയിരുന്നു, അത് എൻ്റെ കംപ്ലൈൻ്റ് ആയി. പിന്നെ ഫാസ്റ്റ് ട്രാക്കിന് ഉണ്ടായിരുന്നു, അതും കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നത് ഈ സാധനം പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പുതിയ വേർഷനൊക്കെ ആയിട്ട് ഊക്ലേ ആയിട്ട്, അതായത് റേബാൻ ആയിട്ടാണ്. ഇത് മെറ്റയും റേബാനും ടൈപ്പ് ചെയ്ത് ഇറക്കിക്കുന്ന സ്മാർട്ട് ഗ്ലാസ് ആണ് ഇത്. ഇപ്പോൾ നമ്മുടെ ഊക്ലേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അതും രണ്ടൊക്കെ US ബ്രാൻഡ് തന്നെയാണ്. ലക്ഷോട്ടിക്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, എല്ലാം സബ് ബ്രാൻഡുകളാണ്. അവരൊക്കെ US ബേസ്ഡ് ആണ്. ഇറ്റാലിയൻ ബ്രാൻഡായിരുന്നു. പിന്നെ അത് US ബ്രാൻഡ് വാങ്ങിച്ചിട്ടാണ് അത് അങ്ങനെ ആയത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊക്ലേ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സ്പോർട്സ് വിയർ ബ്രാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനെ. അപ്പോൾ അവരിറക്കാൻ പോകുന്ന ഗ്ലാസ് ഒരു ആക്ഷൻ ക്യാമറേനെ പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഗ്ലാസ് ആയിട്ടൊക്കെ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പക്ഷേ ആകെ ഒരു മോഡൽ മാത്രമല്ലോ, അതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ 3K വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് 1080p പറ്റുള്ളൂ. മാക്സിമം 3 മിനിറ്റാണ് നമുക്ക് പറ്റുക. അപ്പോൾ ഇതിൻ്റെ ഫുട്ടേജ് ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. ഞാൻ ആക്ച്വലി നമ്മുടെ ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഞാൻ ഫുട്ടേജ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡാർക്ക് മോഡിൽ നമ്മുടെ പാർക്കിംഗിൽ നിന്ന്, അവിടെ അധികം ലൈറ്റ് കുറവുള്ള സ്ഥലമാണ് പാർക്കിംഗ്. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കാണാം. ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ പിക്ചർ എടുക്കാനും പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിപ്പോൾ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ബ്ലിങ്ക് ചെയ്ത് കാണാം. ഒരു ബ്ലിങ്ക് വന്നു കഴിഞ്ഞാൽ പിക്ചറാണ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലേക്ക് ഇത് പെയർ ആയിക്കോളും, ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. അത് ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കട്ടെ. അങ്ങനെയാണ് സംഭവം. അല്ലെങ്കിൽ നമുക്ക് ഹേമെറ്റ് എന്ന് പറയാം, നിങ്ങൾക്ക് അറിയാം, AI സംഭവമാണ്. അതുപോലെ തന്നെ കോളിങ്ങിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇയർബഡ്സ് ഉപയോഗിക്കുന്നില്ല. ഈ സാധനത്തിൻ്റെ കോളിങ്ങും അതുപോലെ തന്നെ മ്യൂസിക് ബാസൊന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ല ക്ലിയർ ആണ്. അത് മാത്രമല്ല കോള് ഭയങ്കര എടുത്ത് പറയേണ്ട സംഭവമാണ്. നല്ല ക്ലിയർ ആണ് കേട്ടോ. നല്ല ക്ലിയർ എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ. പ്രത്യേകിച്ച് അപ്പുറത്തെ ആൾക്കാർക്കൊന്നും ഒരു ഇഷ്യൂസിലേക്ക് വെക്കുമ്പോൾ നോർമൽ നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന പോലത്തെ ക്ലിയറിലാണ് കിട്ടുന്ന സാധനം. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. ഞാൻ ആക്ച്വലി ഇത് ട്രൈ ഔട്ട് ചെയ്യാൻ വാങ്ങിച്ചത് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഇഷ്ടംപോലെ ഗാഡ്ജറ്റ്സ് വാങ്ങിച്ചിട്ട് പിന്നെ വിൽക്കാവുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇത് ഞാൻ വിൽക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ കോളിംഗ് ഫംഗ്ഷൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ സൺഗ്ലാസ് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ റെഗുലർലി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലാവുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിലാവുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ വീട്ടിലാകുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഞാൻ നോർമലി കമ്പ്യൂട്ടർ ക്ലാസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് ഈ സാധനം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കുറേ പേര് ചോദിക്കുന്നതാണ് ബാക്കപ്പ്. ഓൾമോസ്റ്റ് ഒരു 3.5 മണിക്കൂറൊക്കെയാണ് നമുക്ക് ബാക്കപ്പ് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഈ ചാർജിങ് കേസിലിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 4 വട്ടം ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ചാർജിങ് കേസ് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, ലെതർ ഫിനിഷാണ് വരുന്നത്. ഉള്ളിലും നല്ല പ്യുവർ ലെതർ തന്നെയാണ്. ഇതുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അറിയുന്ന സംഭവമായിരിക്കും. ഉണ്ട് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, കണ്ടോ. ഇപ്പോൾ അത് ഓറഞ്ചായി, അതായത് ചാർജ് ചെയ്യാറായിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജാണ് നമുക്ക് നമ്മുടെ ആപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല. റേബാൻ എന്ന് പറഞ്ഞാൽ മെറ്റ AI എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇതിൻ്റെ ആപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്കിവിടെ Type-C ഒരു പോർട്ട് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു പെയറിംഗ് ബട്ടൺ വരുന്നുണ്ട്. ഇത് കളർ ആക്ച്വലി അവർക്ക് കുറച്ച് ഡാർക്ക് ആക്കാമെന്നു എന്നുള്ളൊരു ശരിക്കും ഒരു സംഭവം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ഒരു അക്സസറീസ് ആയിട്ടെന്ന് വെച്ചാൽ ഈ കളർ ഭയങ്കരമായിട്ട് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ടല്ലോ. അതായതുകൊണ്ട് തന്നെ കളർ പോകാനോ അല്ലെങ്കിൽ പൊളിഞ്ഞു വരാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇത് ആരും റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഇത് US ഇറങ്ങിയിട്ട് കുറേ കാലമായിട്ടാണ്. ഇന്ത്യയിൽ ഇപ്പോൾ വരണമുള്ളതെന്ന് വെച്ചാലും US ഇറങ്ങിയിട്ട് ഈ സാധനം ഇറങ്ങിയിട്ട് കുറേ കാലങ്ങളായി. അപ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റ് ഒന്നും വന്നിട്ടില്ല. നല്ല ക്വാളിറ്റി തന്നെ ആയിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഈ ഒരു കളർ ആയതുകൊണ്ട്, ഒരു ലൈറ്റ് കളർ ആയതുകൊണ്ട് ഒരു പ്രശ്നം അത്രേ ഉള്ളൂ. അപ്പോൾ റേബാൻ മെറ്റ എന്ന് പറഞ്ഞൊരു ആപ്പാണ് നമ്മൾ ആക്ച്വലി ഇതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. റേബാൻ മെറ്റ, അതിന് മുമ്പ് റേബാൻ വേറൊരു സാധനമായിരുന്നു, അതൊരു മാറ്റി ഫുള്ള്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ക്യാമറയിലാണ് കേട്ടോ. DJIൻ്റെ ആക്ഷൻ 4ലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഞാൻ ആപ്പ് കാണിച്ചു തരാം.
മിക്സിങ് ആയല്ലോ. ഞാൻ ആക്ച്വലി ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡ് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, റോഡ് സൈഡിലുള്ള ബഹളങ്ങളും സംഭവങ്ങളൊക്കെ കണ്ടായിരിക്കും. ഞാൻ NHലാണ് നിർത്തിക്കുന്ന സൈഡിൽ. അപ്പോൾ മെറ്റ AI എന്ന് പറഞ്ഞൊരു ആപ്പാണ് കേട്ടോ. ഇതാണ് മെറ്റ AI എന്ന് പറഞ്ഞ ആപ്പ്. നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെറ്റ AI നമുക്ക് ഇത് എന്താ പറയുക, ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ സാധനം പെയർ ആയിക്കോളും. ഓട്ടോമാറ്റിക് പെയറാണ്. നമുക്ക് അതിൽ നമുക്ക് ഓപ്ഷൻസ് ഒക്കെ അതിൻ്റെ അൺബോക്സിങ് വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് അത് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇത് 29,900 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മൾ പറഞ്ഞു 29,900 ആണെന്ന് തോന്നുന്നുണ്ട് ഇതിന് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. അത് നമുക്ക് നോർമൽ ഗ്ലാസ് ആണ്. പിന്നെ നമുക്ക് കൂളിംഗ് ഗ്ലാസ് മാത്രമായിട്ടുള്ള മോഡൽ കിട്ടും. അപ്പോൾ 3 വേരിയൻ്റാണുള്ളത്. 29,900 ഉണ്ട്, 31,900 ഉണ്ട്, പിന്നെ നമുക്ക് 35,700 ഉണ്ട്. അതാണ് ഈ മോഡൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്ലാസ് വരുന്നത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ്. മാറ്റ് ഫിനിഷാണ് വരുന്നത്. നമുക്ക് ഈ 2 സൈഡിലും ഇതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ റേബാൻ്റെ ബ്രാൻഡിങ് കാണാം, ഗ്ലാസ്സിലും റേബാൻ്റെ ബ്രാൻഡിങ് കാണാം. പിന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു ബട്ടൺ വരുന്നുണ്ട്. നമുക്കത് വേണമെങ്കിൽ ടേൺ ഓഫ് ചെയ്യാം. അതായത് നമുക്ക് നോർമൽ ഗ്ലാസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് ഉള്ളിലും ഒരു ചെറിയൊരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോർമൽ നമുക്ക് ഇവിടെ ഈ ഇൻഡിക്കേറ്റർ അറിയാമല്ലോ, അത് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. ആ ഇൻഡിക്കേഷൻ നമുക്ക് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഉള്ളിലത്തെ സൈഡിൽ മാറ്റ് അത്ര പോരാന്ന് പറയാം. എന്താ വെച്ചാൽ ചെറിയൊരു എന്താ പറയുക, ഒരു അലുമിനിയം അല്ല, എന്താ പറയുക, ഒരു ഗ്ലോസി ഫിനിഷ് പോലെയാണ്. എന്താ വെച്ചാൽ നമ്മളെ വേർപ്പൊക്കെ ആകുമ്പോൾ ശരിക്കും അറിയുന്നുണ്ട്. ഓവറോൾ വെയിറ്റ് ഒക്കെ നോർമൽ നമ്മുടെ സൺഗ്ലാസിൻ്റെ വെയിറ്റ് തന്നെയുള്ളൂ. അത് വെച്ച് കഴിഞ്ഞിട്ട് വലിയ ഡിഫറൻസോ ഹെവി ആയിട്ടൊന്നും തോന്നുന്ന ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് വെക്കുമ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒരു ചെറിയൊരു ഇഷ്യൂസ് തോന്നുമെങ്കിലും, പക്ഷേ പെട്ടെന്ന് സാധനം എന്ന് വെച്ചാൽ അത്രയും വെയിറ്റ് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പെട്ടെന്ന് സാധനം നോർമൽ ഗ്ലാസ് പോലെ തന്നെ ആവട്ടെ. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ സ്മാർട്ട് ഗ്ലാസ് വെച്ചൊക്കെയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. ആൾക്കാർക്ക് കണ്ടാലും തോന്നില്ല. ആകെ അതിൻ്റെ സൈഡ് കണ്ടാൽ മാത്രം ചിലവർക്ക് സംശയം തോന്നുന്നല്ലാണ്ട് ആ റേബാൻ്റെ ബ്രാൻഡിങ്ങോ എല്ലാം സാധാരണ നമ്മുടെ റേബാൻ്റെ സൺഗ്ലാസ് പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് എടുത്ത് പറയേണ്ട സംഭവമാണ്. പിന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാണാനൊക്കെ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഓണാക്കി വെക്കാം. നമുക്ക് അതിൽ നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് വിളിച്ച് പറയില്ല, നമുക്കത് പറഞ്ഞു തരും മൈക്കിൽ കൂടെ. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് പറയും. നമുക്ക് വേണമെങ്കിൽ കോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതുപോലെ പറഞ്ഞുകൊണ്ട് കോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാട്സപ്പ് ഇതിൽ ലിങ്ക് ചെയ്യാൻ പറ്റും, ഫേസ്ബുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയില്ല, മെറ്റേൻ്റെയാണ്. അപ്പോൾ ഈ വാട്സപ്പും ഫേസ്ബുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാഗ്രാമും പറ്റൂട്ടാ. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ചെയ്തിട്ടില്ല, ഞാൻ ഫേസ്ബുക്ക് ഇപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ വാട്സപ്പ് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വരുന്ന കോളുകളൊക്കെ സാധനം സുഖമായിട്ട് ഉപയോഗിക്കട്ടെ. അതിൽ സുഖമായിട്ട് എനിക്ക് കോൾസിനാണ് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് എടുത്ത് പറയേണ്ടത് തന്നെ വേണ്ടി വരും. അപ്പോൾ 35,000 രൂപയ്ക്ക് വെറുത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺഗ്ലാസ് പ്ലസ് ഒരു സ്മാർട്ട് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഓവർ എന്ന് പറയേണ്ടി വരും. പക്ഷേ റേബാൻ്റെ നോർമൽ സൺഗ്ലാസുകൾക്കാർക്ക് നിങ്ങളൊരു 12,000 13,000 ഒക്കെ എന്തായാലും കൊടുക്കേണ്ടി വരും. പ്ലസ് ഇപ്പോൾ നമുക്ക് ഇതിൽ മെറ്റ AI ഇൻറ്റിഗ്രേഷൻ വരുന്നുണ്ട്. ചുമ്മാ വെറുതെ ഗ്ലാസോ നമ്മുടെ സാധാരണ നമ്മുടെ ലെൻസ് കാർട്ടും അതുപോലത്തെ കൂതറ ബ്രാൻഡ് ഇറക്കുന്ന പോലത്തെ സ്മാർട്ട് ഗ്ലാസ് അല്ലത്. ഇത് ശരിക്കും സ്മാർട്ട് ഗ്ലാസ് ആണ്. അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ലെൻസ് കാർട്ടിൻ്റെ ഒക്കെ നിങ്ങൾക്ക് വേറെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കിട്ടും. 5,000 രൂപയ്ക്ക് കിട്ടും. ഒന്നും വെറുതെ വാങ്ങിച്ച് കാശ് കളയരുതിട്ടാ. വേറെ വാനിൻ്റെയൊക്കെ 3,000 രൂപ 4,000 രൂപ അതൊന്നും ശരിക്കും സ്മാർട്ട് ഗ്ലാസ് അല്ല. നമ്മുടെ ശരിക്കുള്ള ഇയർബഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കുറേ എണ്ണം, അതല്ലെങ്കിൽ ശരിക്കുള്ള സ്മാർട്ട് വാച്ച് ഉണ്ടോ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കുറേ ഫയർ ബോൾട്ട് സംഭവമൊക്കെ ചൈനീസ് സാധനം ലോക്കൽ സാധനം വാങ്ങിച്ചിറക്കുന്നത്. അതേ സംഭവം തന്നെ ഈ ഇവന്മാർ ചെയ്യുന്നത്. ലെൻസ് കാർഡിൻ്റെ ഒക്കെ തനി ചൈനീസ് സാധനമാണ്, ബ്രാൻഡ് ഇറക്കുന്നതാണ്. അപ്പോൾ അതിന് 5,000 രൂപ 5,500 രൂപ 6,000 രൂപ സംതിങ് ആണ്. അതൊന്നും വാങ്ങിച്ച് കാശുകളല്ല കേട്ടാ. നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ലെങ്കിൽ പിന്നെ വാങ്ങിക്കാണ്ടിരിക്കുന്നതായിരിക്കും. സ്മാർട്ട് ഗ്ലാസ് വാങ്ങിക്കാണ്ടിരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനത്തെ ലോക്കൽ സാധനങ്ങളൊന്നും പോയി വാങ്ങിക്കരുത്. തനി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് മണി എന്നാണെങ്കിൽ പറയാം. ഇത് 35,000 രൂപയ്ക്ക് വെറുത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് റെഗുലറായിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പവർ ഗ്ലാസ് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പവർ ഗ്ലാസ് ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഓവർ പ്രൈസ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും പറയും ഓവർ 35,000 36,000 രൂപ ഒരു സൺഗ്ലാസ് എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് ഓവർ പ്രൈസ്ഡ് ആണ്. ഇപ്പോൾ റേബാൻ്റെ ഒക്കെ സാധാരണ പണ്ട് തൊട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല. എൻ്റെ ആദ്യത്തെ റേബാൻ ഉണ്ടാവും. ഞാൻ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും പൊക്കി പറയാമെന്ന് വിചാരിക്കില്ല. ഞാൻ നോർമലി ടൈറ്റൻ്റെ സ്മാർട്ട് ഗ്ലാസ് ആണ് നോർമലി ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ വിൻസെൻ്റ് ചേസ് അങ്ങനത്തെ ഒരു മീഡിയം ബ്രാൻഡുള്ള ഉപയോഗിക്കാറുള്ളൂ. നോർമലി ടൈറ്റൻ്റെ ഉപയോഗിക്കാറ്. ഞാൻ കേട് വന്നപ്പോഴാണ് ഈ സാധനം വിൻസെൻ്റ് ചേസ് വാങ്ങിച്ചത്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ബഡ്ജറ്റ് ഞാൻ ആമസോണിൽ വാങ്ങിച്ചാൽ നോർമലി ഞാൻ ടൈറ്റൻ്റെ സ്മാർട്ട് ഗ്ലാസ് അവരുടെ ഷോറൂമിൽ നിന്നാണ് വാങ്ങിക്കാറ്. ടൈറ്റൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു മീഡിയം കാറ്റഗറി, മീഡിയം അല്ല ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അത് കുഴപ്പമില്ല. അത് ലൈഫും കിട്ടും, നല്ല സർവീസും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിക്കാറ് കേട്ടോ. ലെൻസ് കാർഡിന് ഞാൻ ആകെ ഒരു വട്ടം വാങ്ങിച്ചിട്ടുള്ളൂ. അത് നല്ലതൊരു കൂതറ സാധനമായിരുന്നു. എനിക്ക് അത് ഓൾറെഡി അറിയാം. അത് സാധനം ചൈനീസ് സാധനം തന്നെ റിവാൻഡ് ഇറക്കുന്നതാണ്. അത് ഒരു വർഷം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. സൺഗ്ലാസ് അല്ലായിരുന്നു അത്. എൻ്റെ എന്താ പറയുക കമ്പ്യൂട്ടർ ഗ്ലാസ് ആയിരുന്നു.
സുഖമായിട്ട് കടായി കിട്ടി. പിന്നെ 600 രൂപ 700 രൂപ 650 രൂപ 500 രൂപയാണ് എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഒരു കൊല്ലം വരെയൊക്കെ ഉപയോഗിച്ചു. അപ്പോൾ പിന്നെ അത് മുതലായി. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 3 പേരിൻ്റെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒഫീഷ്യൽ സ്റ്റോറിൽ മിക്ക കടകളിലും ഇപ്പോൾ ഈ സാധനം അവൈലബിൾ ആണ്. അതായത് കണ്ണട കടയിൽ, നമ്മുടെ ഗ്ലാസ് വിൽക്കുന്ന കടയിലൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ സ്റ്റോർ ത്രൂ വാങ്ങിക്കാം. ഒരു 10 ദിവസമൊക്കെ മിനിമം എന്തായാലും ഡെലിവറി എടുക്കട്ടാം. അപ്പോൾ വെർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെർത്താണ്, ഓവർ പ്രൈസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ പ്രൈസ് ആണ്. അപ്പോൾ ഒരു വെർഡിക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ യൂസ് ഉള്ളവർക്ക് നല്ല മുതലാക്കാം സാധനം കൊണ്ട്. എന്താ വെച്ചാൽ അതിൽ മെറ്റ AI വരുന്നുണ്ട്. ഞാൻ പറയാൻ പറഞ്ഞു, നമ്മുടെ ഗൂഗിൾ AI പോലെ തന്നെ മെറ്റ AI എന്ത് ചോദിച്ചാലും നമ്മളിപ്പോൾ കാണുന്ന സാധനം ചോദിച്ചാൽ അതിന് പറയാൻ പറ്റും എന്താ സംഭവം എന്ന്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു അങ്ങനെ ഭയങ്കരമായിട്ട് സംഭവത്തിനൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് സംഭവമാണ്. നമുക്ക് ചോദിക്കാം ഇതെന്താ സംഭവം, അങ്ങനെ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ റോഡ് സൈഡിലാണ് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ മറ്റേ അതിൽ എന്താ കാണണം ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രാഫിക് കൂടെ പോകുകയാണെങ്കിൽ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. അങ്ങനത്തെ കുറേ മെറ്റ AI ഫീച്ചേഴ്സ് അതൊരു ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അത് എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ്. പിന്നെന്താ കോൾ ഫെസിലിറ്റി അത് ടോപ്പ് നോച്ചാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. പിന്നെ എന്താ പറയുക, സ്പീക്കർ ക്വാളിറ്റി അതും കിടിലൻ തന്നെയാണ്. സ്പീക്കറൊക്കെ നല്ല സൂപ്പർ ക്ലിയർ ആണ് കേട്ടോ. പിന്നെ എന്താ ക്യാമറേൻ്റെ ക്വാളിറ്റിയും കിടിലൻ തന്നെയാണ്. ഫോട്ടോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ എല്ലാം വേർത്ത് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ തംസപ്പ് തന്നെയാണ്, പ്രൈസ് ഒഴിച്ച് ബാക്കിയെല്ലാം തംസപ്പ് തന്നെയാണ് കേട്ടോ. ഒരു 25 രൂപയ്ക്കാണെങ്കിൽ പിന്നെയും നല്ല വാല്യൂ ഫോർ മണി ആയിന് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കമൻറ്റിൽ പോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം.